You are watching VCV News. നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുണ്ടന്നൂരിലെ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മരണപ്പെട്ടു. ആലത്തൂർ കാവശ്ശേരി സ്വദേശി 48 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. സ്ഫോടനത്തെ തുടർന്ന് അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഡെപ്യൂട്ടി കളക്ടർ യമുന ദേവിക്കാണ് അന്വേഷണ ചുമതല. ചെറുതുരുത്തി കേരള കലാമണ്ഡലം സാംസ്കാരിക ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കലാമണ്ഡലത്തിൽ 10 ദിവസമായി നടന്നുവന്ന നിള ദേശീയ നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടത്തപ്പെടുന്ന ക്യാൻസർ നിയന്ത്രണ പരിപാടി 2ാം ഘട്ട സ്ക്രീനിംഗ് ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലോകമറിയുന്ന കേരള കലാമണ്ഡലത്തിൽ ആദ്യമായി എത്തി ആദിവാസി നൃത്തം അവതരിപ്പിച്ച സന്തോഷത്തിലാണ് വയനാട് ജില്ലയിലെ പ്രമുഖ ഗോത്ര വിഭാഗമായ പണിയ വിഭാഗം. നിള ദേശീയ സംഗീതോത്സവത്തിന്റെ സമാപന ദിനത്തിൽ പണിയ വിഭാഗം അവതരിപ്പിച്ച ആദിവാസി നൃത്ത സംഗീത വിരുന്ന് ദൃശ്യശ്രവ്യ വിസ്മയമായി. മണ്ണിൽ പൊന്നു വിളയിച്ച് ചുമട്ടുതൊഴിലാളികൾ. ഹെഡ്ലോഡ് CITU മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഒരേക്കറിൽ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പുത്സവം നടത്തി. ചേലക്കര കൊണ്ടാടി ALP സ്കൂളിൽ പരിശോധനയ്ക്കെത്തിയ ഉന്നത സംഘത്തെ സ്കൂളിൽ ബന്ദിയാക്കിയതായി പരാതി. വടക്കാഞ്ചേരി AE ഉൾപ്പെടെയുള്ള ഉന്നത സംഘത്തെയാണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ ബന്ദികളാക്കിയത്. വാർത്തകൾ വിശദമായി. കുണ്ടന്നൂരിൽ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മരണപ്പെട്ടു. ആലത്തൂർ കാവശ്ശേരി സ്വദേശി 48 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. കുണ്ടന്നൂർ വെടിമരുന്ന് കലാകാരൻ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള വെടിക്കെട്ട് സാമഗ്രി നിർമ്മാണശാലയിലാണ് തീപിടിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സ്ഫോടനം നടന്നത്. 4 പേർ നിർമ്മാണശാലയിൽ ജോലി ചെയ്തിരുന്നു. ഇതിൽ മണികണ്ഠൻ ഒഴികെ 3 പേർ തൊട്ടടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയ സമയത്താണ് അപകടം നടന്നത്. അതിനാൽ വൻ ദുരന്തം ഒഴിവായി. VCV ന്യൂസ്, കുണ്ടന്നൂർ. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ കൃഷിഭവൻ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി തൈ, ഗ്രോ ബാഗ് പദ്ധതി എന്നിവയുടെ വിതരണോദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർമാരായ മല്ലിക സുരേഷ്, പ്രദീപ്, നഫീസം, ഫിറോസ്, വിജേഷ് എന്നിവരും കാർഷിക വികസന സമിതി അംഗങ്ങളും പാടശേഖര സമിതി അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും കർഷകരും പങ്കെടുത്തു. VCV ന്യൂസ്, വടക്കാഞ്ചേരി. ചെറുതുരുത്തി കേരള കലാമണ്ഡലം സാംസ്കാരിക ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കലാമണ്ഡലത്തിൽ 10 ദിവസമായി നടന്നുവന്ന നിള ദേശീയ നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലാമണ്ഡലം തന്നെ ടൂറിസം പ്രാധാന്യമുള്ളൊരു കേന്ദ്രമായിട്ടാണ് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ടൂറിസം പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട ഡിസൈൻ പോളിസിക്ക് രൂപം നൽകുവാനുള്ള ഒരു ശില്പശാല 3 ദിവസമായി നീണ്ടുനിന്ന ശില്പശാല സംഘടിപ്പിച്ചു. ആ ശില്പശാലയിൽ നമ്മുടെ കലകളെ പരിചയപ്പെടുത്തുന്ന കേന്ദ്രങ്ങൾ വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത വലിയ ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. അതിന് പറ്റാവുന്നൊരു കേന്ദ്രമാണ് കലാമണ്ഡലം. ഒരു ഡെസ്റ്റിനേഷനായി വളർത്തുക എന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കലാമണ്ഡലത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാക്കി മാറ്റി തീർക്കാനുള്ള ടൂറിസം വകുപ്പിൻ്റെ ആഗ്രഹം ഇവിടെ അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്തുന്നു. ലോകമാകെ സാംസ്കാരിക ടൂറിസ സാധ്യത വർദ്ധിച്ചു വരികയാണ്. കേരള കലാമണ്ഡലത്തെ ടൂറിസം ഹബ്ബായി മാറ്റുമെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. കലാമണ്ഡലത്തിൽ 10 ദിവസങ്ങളിലായി നടന്നുവന്ന നിള ദേശീയ നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനം കൂത്തമ്പലത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 10 ദിവസം വൻ ജനപങ്കാളിത്തത്തോടെ ജനകീയമായി നടന്ന നിള നൃത്ത സംഗീതോത്സവമാണ് നമ്മൾ കണ്ടത്. കോവിഡ് കലാരംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും അതിനെ തരണം ചെയ്തു വരികയാണ്. ടൂറിസം പ്രാധാന്യമുള്ള സ്ഥാപനമായാണ് കലാമണ്ഡലത്തെ ടൂറിസം വകുപ്പ് കാണുന്നത്. ഇക്കഴിഞ്ഞ ടൂറിസം വകുപ്പിന്റെ ഡിസൈൻ പോളിസി ശില്പശാലയിൽ കലാകേന്ദ്രങ്ങൾക്ക് പറ്റിയ ഇടമായി കണ്ട സ്ഥലം കലാമണ്ഡലമാണ്. കലാമണ്ഡലം ഒരു ടൂറിസം കേന്ദ്രമായി മാറ്റാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം.വി. നാരായണൻ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. അഷറഫ്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ വിശിഷ്ട അതിഥികളായെത്തി. ഭരണസമിതി അംഗങ്ങളായ ടി.കെ. വാസു, ഡോക്ടർ എൻ.ആർ. ഗ്രാമപ്രകാശ്, കെ. രവീന്ദ്രനാഥ് വള്ളത്തോൾ, കലാമണ്ഡലം എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി ഡോക്ടർ കലാമണ്ഡലം കനകകുമാർ, വിദ്യാർത്ഥി യൂണിയൻ സെക്രട്ടറി വി. ആഷിഖ് എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി. രാജേഷ് കുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ സുധീർ പുതിയ പറമ്പത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പത്മഭൂഷൺ ഉമയാൾ പൂരം ശിവരാമൻ, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പ്രകാശ് ഉള്ളേരി എന്നിവർ നയിച്ച മ്യൂസിക് ബാൻഡ് തൃക്കായ സംഗീത വിരുന്നും അരങ്ങിലെത്തി. VCV ന്യൂസ് ചെറുതുരുത്തി. കുണ്ടന്നൂർ വെടിമരുന്ന് ശാലയിലെ സ്ഫോടനം അന്വേഷണത്തിന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. ഡെപ്യൂട്ടി കലക്ടർ യമുന ദേവിക്കാണ് അന്വേഷണ ചുമതല. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കുണ്ടന്നൂരിലെ വെടിക്കെട്ട് സാമഗ്രി നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടായത്. 2 തവണയുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ 5 കിലോമീറ്റർ ദൂരത്തിൽ ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള അത്താണി, വടക്കാഞ്ചേരി, കുന്നംകുളം, പഴഞ്ഞ പ്രദേശങ്ങളിലേക്ക് സ്ഫോടന ശബ്ദം കേട്ടതായും അനുഭവസ്ഥർ പറയുന്നു. നിരവധി വീടുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 കിലോമീറ്റർ ദൂരമുള്ള കുണ്ടന്നൂർ തുരുത്തിലും കുമ്പളങ്ങാട് റോഡിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. വീടുകളുടെ വാതിലുകളും ജനൽ ചില്ലുകളും തകർന്നു വീണു. സ്ഫോടന സ്ഥലത്ത് നിന്നും സിമന്റ് കട്ടകളും കല്ലുകളും 1.5 കിലോമീറ്റർ ദൂരത്തിൽ തെറിച്ചു വീണിട്ടുമുണ്ട്. സിമന്റ് കട്ട വീണ് വീടിന്റെ ടെറസിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. കുണ്ടന്നൂർ തുരുത്തിൽ ചാലിശ്ശേരി വീട്ടിൽ റോഷിയുടെ മകൾ 6 വയസ്സുള്ള ഇവാനിയയുടെ കൈയിന് മുകളിലേക്ക് ജനൽ ചില്ല് തകർന്നു വീണ് മുറിവേറ്റു. സ്ഫോടന ശബ്ദത്തിൽ ഒരു കുട്ടിക്ക് ബോധക്ഷയം അനുഭവപ്പെട്ടതായി പറയുന്നു. കുണ്ടന്നൂർ കർമ്മലമാത ദേവാലയത്തിന്റെ ചില്ലുകൾ തകരുകയും സീലിംഗിന്റെ ലൈറ്റ് തകർന്നു വീഴുകയും ചെയ്തിട്ടുണ്ട്. കുണ്ടന്നൂർ സെന്റ് ജോസഫ് സ്കൂളിന്റെ ക്ലാസ് മുറികളുടെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. കുണ്ടന്നൂർ നടന്ന വെടിക്കെട്ട് അപകടത്തിന്റെ ഭാഗമായിട്ട് കുണ്ടന്നൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്കൂളിലെ 24 ക്ലാസ് മുറികളുടെയും ജനൽ ചില്ലുകൾ താഴെ തകർന്ന് വീണ് കിടക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പഠനം നടത്താൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാലയത്തിന് അവധിയാണ്. ഇന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റൊക്കെ സഹകരണത്തോടെ സ്കൂളും പരിസരവും ക്ലീൻ ചെയ്യുകയാണ്. നാളെ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. കുണ്ടന്നൂരിലെ കോൺവെന്റ് സ്കൂളിലും ജനൽ ചില്ലുകൾ തകരുകയും വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കുണ്ടന്നൂർ ഹെൽത്ത് സെന്ററിലെ ജനൽ ചില്ലുകൾ തകർന്നു വീണിട്ടുണ്ട്. സമീപത്തെ JJ മിനി ഹാളിന്റെ ജനൽ ചില്ലുകളും പ്രദേശത്തെ വീടുകൾക്കും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. സ്ഫോടനം നടന്ന സ്ഥലത്ത് 5 മീറ്റർ ആഴത്തിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. കുണ്ടന്നൂർ, തെക്കേക്കര, തുരുത്ത്, ചുങ്കം എന്നീ മേഖലയിലെ നിരവധി വീടുകളുടെ ജനൽ ചില്ലുകൾ തകരുകയും ഭിത്തിക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഡെപ്യൂട്ടി കലക്ടർ CT യമുന ദേവി സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. വർഷങ്ങൾക്ക് ശേഷം ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ DEOയും സംഘവും ചെറുതുരുത്തി കലാമണ്ഡലം സന്ദർശിച്ചു. കലാമണ്ഡലത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കളരികളിൽ സന്ദർശനം നടത്തി. പ്രിൻസിപ്പാളും അധ്യാപകരും ചേർന്ന് അവരെ സ്വീകരിച്ചു. തുടർന്ന് വിവിധ കളരികളിൽ പോവുകയും വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ കാണുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷമാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തുന്നത്. 2023-24 അധ്യയന വർഷത്തിലെ 10ാം ക്ലാസ് കുട്ടികളുടെ ഗ്രേഡ് ഉയർത്തുക, മുഴുവൻ കുട്ടികളെയും വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല നടപ്പിലാക്കിയ പരിപാടിയാണ് സമേതം. ഇതിന്റെ ഭാഗമായി കലാമണ്ഡലം ആർട്ട് HSS 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ നേരിട്ട് കാണുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് DEO AK അജിത കുമാരിയും ഡയറ്റ് അധ്യാപിക ഡോക്ടർ ശ്രീകലയും കലാമണ്ഡലം സന്ദർശിച്ചത്. ദേശീയ നൃത്ത സംഗീതോത്സവം അതിൻ്റെ ഭാഗമായി തീരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, പല ദിക്കിൽ നിന്നും പല ദേശത്തു നിന്നും പലതരത്തിലുള്ള സംഗീതവും നൃത്തവും എല്ലാം നിങ്ങൾ ആസ്വദിച്ച് കാണും. വയനാട് ജില്ലയുടെ തനതായ ശില്പമായ ആദിവാസി നൃത്ത സംഗീതമാണ് നിങ്ങളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്.
22 വർഷം ഞാൻ വയനാട് ജില്ലയിലായിരുന്നു. ഒരുപാട് വേദിയിൽ ഞാൻ ഈ നൃത്തം കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആസ്വാദ്യകരമായില്ലേ? ഇല്ലേ? അപ്പോൾ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലെയും പല നൃത്യങ്ങളെല്ലാം നിങ്ങൾ കണ്ട് ആസ്വദിച്ചു. എല്ലാവർക്കും ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ പരിപാടി അവതരിച്ചവർക്കും ഇനി അവതരിപ്പിക്കാനിരിക്കുന്നവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. തുടർന്ന് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നില ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന ആദിവാസി നൃത്തം കാണുകയും ആശംസകൾ അറിയിച്ചതിനും ശേഷമാണ് മടങ്ങിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ ഹരികുമാർ, 10ാം ക്ലാസ് കോർഡിനേറ്റർ കെ ലത, മറ്റ് അധ്യാപകർ ചേർന്നാണ് ഇവരെ സ്വീകരിച്ച് പറഞ്ഞയച്ചത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതിലൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. മുമ്പ് കലാമണ്ഡലമൊക്കെ സന്ദർശിക്കാൻ വരുമ്പോൾ കൂത്തമ്പലമൊക്കെ കണ്ടു പോകുമെന്നുള്ളതല്ലാതെ എവിടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ സാധിക്കുമെന്നുള്ളത് കഴിഞ്ഞപ്പോൾ അതിന് വലിയൊരു സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നു. നമ്മുടെ നാടിൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ കലകളുടെയും ഒരു കേന്ദ്രം എന്നുള്ള രീതിയിൽ അഭിമാനമാണ് കലാമണ്ഡലം. VCV ന്യൂസ്, ചെറുതുരുത്തി. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പൂരത്തിന് മുന്നോടിയായി ഉത്രാളിക്കാവ് ഭഗവതിക്ക് നടത്തിവരാറുള്ള ദേശപ്പാനിക്ക് ഭക്തി നിർഭരമായ തുടക്കം. കുമരനെല്ലൂർ കറുവണ്ണ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെച്ച് കാലിടൽ, ഭഗവതിയെ താലത്തോടെ പന്തലിലേക്ക് എഴുന്നള്ളിക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് ശേഷം കളമെഴുത്ത്, ദീപാരാധന, കൈകൊട്ടുകളി, തായമ്പക എന്നീ ചടങ്ങുകൾ നടന്നു. കൃഷ്ണൻകുട്ടി കരിമത്രയാണ് മുഖ്യ കാർമ്മികൻ. വി ശ്രീധരൻ, ഹരീഷ് മേനോൻ, കെ മനോജ്, AK സതീഷ് കുമാർ, P രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. VCV ന്യൂസ്, കുമരനെല്ലൂർ. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടത്തപ്പെടുന്ന ക്യാൻസർ നിയന്ത്രണ പരിപാടി 2ാം ഘട്ട സ്ക്രീനിംഗ് ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി പരിശോധിക്കാനുള്ള അവസരം അത് ചെറുതല്ല. കാരണം വളരെ പെട്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സാഹചര്യം ആയിപ്പോയാലോ എന്ന പ്രശ്നം. നേരത്തെ മാഷിവിടെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളാൽ തളർന്ന ശരീരത്തിലേക്ക് ഈ അപകടം കൂടി കയറി വരുമ്പോൾ പിന്നീട് മോചിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. ഇപ്പോൾ ക്യാൻസർ ബാധിച്ചാൽ പലപ്പോഴും അത് തിരിച്ചറിയുന്നത് നമ്മളൊക്കെ തന്നെ വളരെ വിജ്ഞാനമുള്ള ആളുകളെ പോലെയാണ്. എത്രാമത്തെ സ്റ്റേജൊന്നൊക്കെ ചോദിക്കണം കേൾക്കുമ്പോൾ. ക്യാൻസറാന്ന് പറഞ്ഞ ഉടനെ എന്തോ ഭയങ്കര വിജ്ഞാനം ഉള്ള ആളുകളെ പോലെയാണ് നമ്മൾ എത്രാമത്തെ സ്റ്റേജാന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് നമ്മളാണ് തീരുമാനിക്കുകയാണ് ഇനി ഇത്ര മാസമാണോ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ KN സതീഷ്, ക്യാൻസർ തൃശൂർ നോഡൽ ഓഫീസർ PK രാജു, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ശാന്ത ഉണ്ണികൃഷ്ണൻ, AR കൃഷ്ണൻകുട്ടി, ഷൈനി ജേക്കബ്, ഐശ്വര്യ ഉണ്ണി, എരുമപ്പെട്ടി CHC സൂപ്രണ്ട് ഡോക്ടർ E സുഷമ, CHC ഹെൽത്ത് സൂപ്പർവൈസർ PK സതീശൻ, തൃശൂർ TOGS ഡോക്ടർ AP ഗീത, ലാബ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KB സുരേഷ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ D ഷാര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, തെക്കുംകര. കുണ്ടന്നൂർ വെടിക്കെട്ട് നിർമ്മാണപ്പുരയിലുണ്ടായ സ്ഫോടനത്തിൽ കുണ്ടന്നൂർ സെന്റ് ജോസഫ് UP സ്കൂളിൽ വ്യാപക നാശനഷ്ടം. 90% ജനൽ ചില്ലുകളും തകർന്നു വീണു. കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി മാനേജ്മെന്റ് സ്കൂളിന് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു. സ്കൂളിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട്. കുണ്ടന്നൂരിൽ നടന്ന വെടിക്കെട്ട് അപകടത്തിന്റെ ഭാഗമായിട്ട് കുണ്ടന്നൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 4:55 കൂടിയിട്ടാണ് ഈ അപകടം നടന്നത്. കുട്ടികൾ 4:45 വരെ വിദ്യാലയത്തിലുണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ്സുകളും അതുപോലെ മറ്റു കോച്ചിങ് ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് ധാരാളം വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലുണ്ടായിരുന്നു.
ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് കുണ്ടന്നൂർ സെൻറ്റ് ജോസഫ് യു പി സ്കൂള്. കുട്ടികളില്ലാത്ത സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. നമുക്ക് 27ഓളം ക്ലാസ് റൂമുകളാണ് വിദ്യാലയത്തിലുള്ളത്. എല്ലാ ക്ലാസ് റൂമിൻ്റെയും എല്ലാ ജനലുകളും തകർന്നു കിടക്കുകയാണ്. കുട്ടികൾക്ക് വിദ്യാലയത്തിൽ സുരക്ഷിതമായിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാലയത്തിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് വിദ്യാലയവും പരിസരവും ശുചിയാക്കാനുള്ള ശ്രമത്തിലാണ്. ഒരുപാട് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് അടുത്ത ദിവസം മുതൽ വിദ്യാലയത്തിലെത്തി സുരക്ഷിതമായ രീതിയിൽ പഠനം നടത്താനുള്ള സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. ഇത്രയും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയം അതുപോലെ ഇത്രയും ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് വലിയ ഭീഷണിയാണ് വിദ്യാലയത്തിനും അതുപോലുള്ള സമീപ പ്രദേശങ്ങൾക്കും. 27 ക്ലാസ് റൂമുകളിലെയും ജനൽ ചില്ലുകൾ തകർന്നു. സ്ഫോടന ശബ്ദവും പ്രകമ്പനവും ആശങ്കയ്ക്കിടയാക്കി. സ്കൂൾ സമയമല്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും ചേർന്ന് വിദ്യാലയം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിന് അവധി നൽകിയത്. VCV ന്യൂസ് കുണ്ടന്നൂർ. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ ഹോട്ടൽ ബേക്കറി വ്യാപാരികൾക്കായി ഭക്ഷ്യസുരക്ഷാ ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ സ്ഥാപനത്തിൽ തന്നെ സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. വടക്കാഞ്ചേരി പുഴ മുഴുവൻ മാലിന്യമുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വെള്ളമാണ്. പോവാണ് ഇപ്പോൾ അജയേട്ടൻ നേരത്തെ സൂചിപ്പിച്ചു. ചാലിപ്പാടം കാന നമ്മളെ കണ്ടിജന്റ് ജീവനക്കാർ അവിടെ വൃത്തിയാക്കി പോകും. ഞാൻ വിചാരിച്ചിട്ട് എങ്ങനെയാ അവർ ഇറങ്ങി വൃത്തിയാക്കുന്നതെന്ന്. ഓട്ടുപാറ മേഖലയിലെ ഹോട്ടലുകളിൽ നിന്നുള്ള മലിനീകരണ ജലം കാനയിലേക്ക് തുറന്നുവിടുന്നതിന് പകരം ഒരു ബദൽ സംവിധാനം നഗരസഭ ഒരുക്കിത്തരുവാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിന് പരിഹാരമായി. ഹോട്ടലുകളിൽ നിന്നുള്ള മലിനജലം കളക്ട് ചെയ്ത് ശുചീകരിക്കുവാൻ വേണ്ട നിലപാടുകൾ നഗരസഭ സ്വീകരിക്കുമെന്നും ഒരു ജലമലിനീകരണ ശുചീകരണ പ്ലാന്റ് സ്ഥാപിച്ച് ഓട്ടുപാറ, വടക്കാഞ്ചേരി, അത്താണി വരെയുള്ള ഹോട്ടലുകളിലെ ജലം കളക്ട് ചെയ്ത് ശുചീകരിക്കുവാൻ വേണ്ട നിലപാടുകൾ നഗരസഭ സ്വീകരിക്കുമെന്നും അതിനുവേണ്ടി ഹോട്ടൽ വ്യാപാരികളും സഹകരിക്കണമെന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. PN ഗോകുലൻ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ ഹെൽത്ത് ഓഫീസർ രാജു PK ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് റെഗുലേഷൻ പ്രകാരം ഹൈ റിസ്ക് ഹോട്ടൽ ഫുഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന ഹോട്ടൽ ജീവനക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ പറ്റിയും പുതിയ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും ഫെബ്രുവരി 1 മുതൽ ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുമെന്നും 10 ജീവനക്കാരുള്ള ഭക്ഷണശാലയിൽ ഫോസ്റ്റാക് ട്രെയിനിംഗ് കഴിഞ്ഞ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശിച്ചു. ദിനംപ്രതി ഒട്ടനവധി ആളുകൾ ഭക്ഷണ വിഷബാധയേറ്റ് ചികിത്സ തേടുന്നുണ്ട് എന്നും അതിന് ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കച്ചവടം ചെയ്യണമെന്നും വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. നഗരസഭാ സെക്രട്ടറി KK മനോജ് മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷൻ, ഷിജോ തലക്കൂടൻ, CA ഷംസുദ്ദീൻ, അബ്ദുൽ ഗഫൂർ, പ്രശാന്ത് മേനോൻ, ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളായ സെലക്ട് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. തളി ഫെസ്റ്റ് 2023 ആരവമായി വിദ്യാർത്ഥികൾക്ക് കൗതുകം നിറച്ച് വിളംബരം മുട്ടിമുറി സംഘം സ്കൂളുകളിൽ. തളി ദേശോത്സവത്തിന് മുന്നോടിയായി സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുട്ടിമുറി സംഘം തളി ANMM UP സ്കൂൾ, റോസ് ഗാർഡൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിൽ കുട്ടികളിൽ കൗതുകം നിറച്ച് പരിപാടികൾ അവതരിപ്പിച്ചു. ഫെബ്രുവരി 1 വിവിധ ദേശക്കാരുടെ ബാൻഡ് വാദ്യവും കലാപരിപാടികളും നടക്കും. VCV ന്യൂസ് തളി. തെക്കുംകര ഗ്രാമപഞ്ചായത്തും വ്യവസായ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മച്ചാട് കാർണിവൽ പ്രദർശന വിപണന മേളയുടെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഡോക്ടർ KS കൃപകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, AR കൃഷ്ണൻകുട്ടി, മണികണ്ഠൻ, രഘു പാലിശ്ശേരി, വാർഡംഗം C സുരേഷ്, KN രാജൻ, PK രാമചന്ദ്രൻ, MV പ്രവീൺ, K പ്രകാശൻ, വിവിധ മാമാങ്ക കമ്മിറ്റി ഭാരവാഹികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും മറ്റു നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. VCV ന്യൂസ് തെക്കുംകര.
ചേലക്കര കൊണ്ടാഴി ALP സ്കൂളിൽ പരിശോധനയ്ക്കെത്തിയ ഉന്നത സംഘത്തെ സ്കൂളിൽ ബന്ദിയാക്കിയതായി പരാതി. ഞങ്ങൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ALPS കൊണ്ടാഴി എന്ന് പറയുന്ന വിദ്യാലയത്തിൽ ഇന്ന് ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ചില പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി വടക്കാഞ്ചേരി ഉപജില്ലയിലെ നോൺ മീൽ ഓഫീസറും സെക്ഷൻ ക്ലർക്കും തൊട്ടടുത്ത മറ്റൊരു സെക്ഷൻ ക്ലർക്കും കൂടി ഞങ്ങൾ 4 പേര് കൂടി ALPS കൊണ്ടാഴി സ്കൂളിൽ ഇന്ന് വിസിറ്റ് ചെയ്തു. ഞാനും നോൺ മീൽ ഓഫീസറും ക്ലാസ്സുകളിൽ കയറി കുട്ടികളുടെ എണ്ണം പരിശോധിച്ചു. ഇത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ക്ലർക്കുമാർ 2 പേരും ബന്ധപ്പെട്ട രേഖകൾ ഓഫീസിൽ നിന്ന് പരിശോധിച്ചു. അത് കഴിയുമ്പോഴേക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റ്, പെരിങ്ങോട്ടുകുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റും ഈ സ്കൂളിൻ്റെ മാനേജറുമായ പൗലോസ് അവിടെ വരികയും ഞാനുമായി സൗഹൃദത്തിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങാൻ സമയത്ത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി വന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ ഡയറിയിൽ എഴുതി വെക്കുന്നതിന് വേണ്ടി ഓഫീസിനകത്തേക്ക് കയറിയപ്പോൾ മാനേജറും അവിടുത്തെ HMഉം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മിനി പൗലോസ് അതുപോലെ തന്നെ അവരുടെ മകൻ പിൻഡു എന്ന് പറയുന്ന അധ്യാപകനും കൂടി ചേർന്നുകൊണ്ട് എന്നെ ഈ വിദ്യാലയത്തിൻ്റെ ഓഫീസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതിന് വരെ മുതിരുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ കൊണ്ടാഴി പ്ലാന്റേഷൻ ALP സ്കൂളിൽ ക്രമക്കേട് പരിശോധനയ്ക്കെത്തിയ വടക്കാഞ്ചേരി AE ഉൾപ്പെടെയുള്ള ഉന്നത സംഘത്തെയാണ് സ്കൂളിലെ മാനേജ്മെന്റ് അധികൃതർ ബന്ദികളാക്കിയത്. സ്കൂൾ മാനേജ്മെന്റ് അധികൃതരും അധ്യാപകരും ചേർന്ന് പരിശോധനയ്ക്കെത്തിയ സംഘത്തെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്തതായും ശേഷം ബന്ദികളാക്കിയെന്നുമാണ് പരാതി. വടക്കാഞ്ചേരി AEO A മൊയ്തീൻ, ഓഫീസർമാരായ പുഷ്പ വർഗീസ്, സജീഷ്, സജിൻ ജേക്കബ് എന്നിവരടങ്ങുന്ന സംഘമാണ് ചൊവ്വാഴ്ച രാവിലെ കൊണ്ടാഴി പ്ലാന്റേഷൻ പ്രദേശത്തെ ALP സ്കൂളിലെത്തിയത്. ക്ലാസ് റൂമുകളും ഓഫീസിലെ അനുബന്ധ രേഖകളും പരിശോധിച്ച ശേഷം ഔദ്യോഗികമായുള്ള പരിശോധനയായതുകൊണ്ട് ഓഫീസിലെ ഇൻസ്പെക്ഷൻ ഡയറിയിൽ രേഖപ്പെടുത്താനായി ഓഫീസിലേക്ക് കയറിയപ്പോൾ മാനേജറും HMഉം സ്കൂളിലെ അധ്യാപകനും ചേർന്ന് AEOയെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കാതെയാണ് ബന്ദിയാക്കിയെന്നാണ് പറയുന്നത്. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ സ്കൂളിലെ ബന്ധപ്പെട്ടവർ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്തതിനും ശേഷം ബന്ദിയാക്കുകയും ചെയ്ത സംഭവത്തിൽ പഴയന്നൂർ പോലീസിൽ പരാതി നൽകിയതായി ഇവർ പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജൻ സ്റ്റാഫ് 2 പേരും പുറത്തായിരുന്നു. അവരെ ഇടപെട്ടിട്ടാണ് അവരെ തള്ളി മാറ്റി എന്നെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചത്. വളരെ മോശമായിട്ട് ഒരു ജനപ്രതിനിധിക്ക് പറ്റുന്ന രീതിയിലല്ലാത്ത രീതിയിൽ AEO എന്നുള്ള നിലക്ക് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഞാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് വളരെ മോശമായിട്ടാണ് ഈ മാനേജർ എന്നോട് പെരുമാറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നതിന് വേണ്ടി വണ്ടിയിൽ കയറാൻ വേണ്ടി പോയ സമയത്ത് മാനേജർ കൂടെ വരികയും മാനേജറും മകനും കൂടി കൂടെ വരികയും ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ വണ്ടിയുടെ ഡോറ് പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അവസാനം ഇവരിടപെട്ട് നിർത്തുകയും അവസാനം ഗ്ലാസ് തുറന്ന് ഞാൻ പിന്നീട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെങ്കിൽ ബന്ധപ്പെട്ട മേൽ ഓഫീസുകളിൽ നിങ്ങൾക്ക് അറിയിക്കാം എന്ന് പറയുകയും ചെയ്തു. ഈ സമയത്ത് ഞങ്ങൾ വണ്ടി എടുക്കാൻ സമ്മതിക്കാതെ കുട്ടികളെ വണ്ടിയുടെ ബാക്കിൽ കൊണ്ടുവന്ന് അണിനിരത്തി പിൻഡു എന്ന് പറയുന്ന അധ്യാപകൻ അവിടെ വീഡിയോ പിടിച്ച് 10-20 മിനിറ്റോളം വണ്ടിയുടെ ബാക്കിൽ അവിടെ തടഞ്ഞു വെച്ച് വണ്ടിയിൽ പോരാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചു. VCV ന്യൂസ് ചേലക്കര. ലോകമറിയുന്ന കേരള കലാമണ്ഡലത്തിൽ ആദ്യമായി എത്തി ആദിവാസി നൃത്തം അവതരിപ്പിച്ച സന്തോഷത്തിലാണ് വയനാട് ജില്ലയിലെ പ്രമുഖ ഗോത്ര വിഭാഗമായ പണിയ വിഭാഗം. സംഗീതോത്സവത്തിന്റെ സമാപന ദിവസമായ തിങ്കളാഴ്ച വയനാട് ജില്ലയിലെ പ്രമുഖ ഗോത്ര വിഭാഗമായ പണിയ വിഭാഗം കേരള കലാമണ്ഡലത്തിൽ അവതരിപ്പിച്ച ആദിവാസി നൃത്ത സംഗീത വിരുന്ന് ദൃശ്യ ശ്രവ്യ വിസ്മയമായി. 80 വയസ്സുള്ള കൊമ്പിയമ്മ അടങ്ങുന്ന സ്ത്രീകളും 7 വയസ്സുള്ള ശിവനന്ദനടക്കമുള്ള പുരുഷന്മാരും അടങ്ങുന്ന 14ഓളം പേരാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പരിപാടി അവതരിപ്പിച്ചത്. 7 വയസ്സുള്ള നന്ദുവിന്റെ പ്രകടനം കണ്ടിരുന്നവർ കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 80 വയസ്സിലും യാതൊരു ക്ഷീണവും കൂടാതെ 2 മണിക്കൂറോളം നൃത്തം ചെയ്ത കൊമ്പിയമ്മയുടെ ഓരോ ചുവടുവെപ്പിനും കാണികൾ കൈയടിച്ചാണ് പ്രോത്സാഹനം നൽകിയിരുന്നത്. ഇതിൽ പണിയ വിഭാഗക്കാരുടെ തനതായ കലാരൂപമാണ് ഇവർ അവതരിപ്പിച്ചത്. തുടി, കുഴൽ മുതലായ ഉപകരണങ്ങളാണ് പ്രധാനമായും ഇവർ ഉപയോഗിച്ചത്.
ഇവരുടെ വിവാഹം തുടങ്ങിയ വിശേഷ അവസരങ്ങളിലാണ് ഈ തനത് കലാരൂപങ്ങൾ സാധാരണയായി അവതരിപ്പിച്ചു വരാറുള്ളത്. പണിയ വിഭാഗക്കാരുടെ ജീവിതവും കലയും ഇഴചേർന്നാണ് മുന്നോട്ടു പോകുന്നത്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ പ്രത്യേക കലാരൂപം നിള ഉത്സവത്തിന്റെ ആസ്വാദകർക്ക് വേറിട്ട് നിന്ന ഒരു വിസ്മയ അനുഭവമായി മാറി. തങ്ങളുടെ കലാപ്രകടനങ്ങൾ പുറം ലോകങ്ങൾ അറിയിക്കാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇപ്പോൾ വളർന്നു വരുന്ന യുവാക്കൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നില്ലെന്നും അതിൽ വളരെയധികം വിഷമമുണ്ടെന്നും ഇതിലെ മുതിർന്ന അംഗമായ ബാബു പറഞ്ഞു. തങ്ങളെ ഇവിടെ എത്തിച്ച ഗോപിനാഥനോടും കലാമണ്ഡലത്തിനോടും പ്രത്യേകം നന്ദി പറയുകയും പരിപാടി അവതരിപ്പിച്ച ഇവരെ കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ചെയ്തു. തുടർന്ന് ശൈലയമ്മയുടെ 2 വരി നാടൻ പാട്ടും പാടിയാണ് ഇവർ പോയത്. മാല നല്ല കണ്ടുമാല വാങ്ങി തരുന്നാണു ചൊക്ക ചൊക്ക ചാമിയോടിവായോ ഞണ്ടു കറി കൂട്ടി നല്ല ചോറ് വെത്തേ മതിയോ. ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇവിടെ വന്ന് ഈ പരിപാടി ഞങ്ങൾ നടത്താൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് തന്നെ ഈ കലാമണ്ഡപത്തിൻ്റെ ഒരു ഐശ്വര്യമായി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയും ദൂരത്തുനിന്ന് ഞങ്ങൾ പിന്നെ ഗോപിയേട്ടനും എല്ലാം കൂടി ഞങ്ങൾ ഇവിടെ എത്തിച്ചതിന് ഗോപിയേട്ടനാണ് ഞങ്ങൾ നന്ദി പറയുന്നത്. അത്രയും മാത്രമേ പറയാനുള്ളൂ. എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്? നമ്മൾ തൊടീൻ്റെ ഇതാണ് നമ്മൾ ആചാരപ്രകാരമുള്ള പരിപാടിയാണ് അത്. അപ്പോൾ ഒരു കല്യാണം ആയാലും പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞ കല്യാണം ആയാലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിഷു കഴിഞ്ഞ കൂലി ആട്ടമുണ്ട്. അതിനൊക്കെ ഞങ്ങൾ ഇത് എടുക്കുന്നതാണ്. മരത്തിൻ്റെ പരിപാടിക്ക് മരിച്ചതിൻ്റെ ചടങ്ങിന് 7 ദിവസത്തെ പിന്നെ ചടങ്ങ് ഒക്കെ ഈ തുടിയെടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുക. അതെല്ലാ പരിപാടിയും ഉണ്ടാവും. പിന്നെ നമ്മൾ ആചാരപ്രകാരം കുറേയൊക്കെ പറയുന്നുണ്ട്. എന്നാലിപ്പോൾ ഈ മൊബൈലും അതും ഇതൊക്കെ വന്നേക്കൊണ്ട് എല്ലാവർക്കും ഒരു മടുപ്പാണ്, ഒരു നാണക്കേടാണ് എല്ലാവർക്കും. പിന്നെ നമ്മളെപ്പോലെ ഇപ്പോൾ എല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെക്കന്മാരൊക്കെ ഇങ്ങനെ പഠിച്ചാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇതൊക്കെ കളയും. അങ്ങനെയാണ് നമ്മൾക്ക് പറയാനുള്ളത്. VCV ന്യൂസ് ചെറുതുരുത്തി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ദേശീയോദ്ഗ്രഥന സംഗമം നടത്തി. പ്രമുഖ വാഗ്മി ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NK കബീർ അധ്യക്ഷനായി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് V കേശവൻ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, PS സുനീഷ്, K ഗോവിന്ദൻകുട്ടി, റീന വർഗീസ്, മേഗി അലോഷ്യസ്, റിജി ജോർജ്, സതി മണികണ്ഠൻ, MA ഉസ്മാൻ, PM യൂസഫ്, നജീബ് കൊമ്പത്തേൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി. എരുമപ്പെട്ടി നെല്ലുവായിൽ ബൈക്കിന് പുറകിൽ കാറിടിച്ച് ഒരാൾക്ക് പരിക്ക്. എരുമപ്പെട്ടി മേലൂട്ടയിൽ വീട്ടിൽ 40 വയസ്സുള്ള സതീഷിനാണ് പരിക്കേറ്റത്. പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത്. പരിക്കേറ്റ സതീഷിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. VCV ന്യൂസ് എരുമപ്പെട്ടി. മണ്ണിൽ പൊന്നു വിളയിച്ച് ചുമട്ട് തൊഴിലാളികൾ. വരവൂർ ഹെഡ്ലോഡ് CITU മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഒരേക്കറിൽ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പുത്സവം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ആശയം ഏറ്റെടുത്ത് വരവൂർ വളവിൽ പാട്ടത്തിനെടുത്ത മല്ലികയുടെ ഒരേക്കർ കൃഷിഭൂമിയിലിറക്കിയ പൊന്മണി ജൈവ നെൽകൃഷിയുടെ വിളവെടുപ്പുത്സവമാണ് ജനകീയമായി നടത്തിയത്. ചുമട്ട് തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്ത കൊയ്ത്തുത്സവം മുൻ ചേലക്കര MLAയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ UR പ്രദീപ് നിർവഹിച്ചു. PKS ജില്ലാ കമ്മിറ്റി അംഗം MR രതി മോഹൻ അധ്യക്ഷത വഹിച്ചു. CITU മേഖലാ സെക്രട്ടറി MH ഇബ്രാഹിം, 8ാം വാർഡ് മെമ്പറും കർഷക സംഘം നേതാവുമായ PS പ്രദീപ്, കേരള കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം TC രാമകൃഷ്ണൻ, മേഖലാ സെക്രട്ടറി VG സുനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചുമട്ട് തൊഴിലിനിടയിലും തങ്ങളും സാമൂഹിക പ്രതിബദ്ധത നിർവഹിക്കാൻ തയ്യാറായ CITU വളവ് യൂണിറ്റിലെ ചുമട്ടു തൊഴിലാളികളെ UR പ്രദീപ് പ്രശംസിച്ചു. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് ഷിനോജ് സന്നിഹിതനായിരുന്നു. VCV ന്യൂസ് വരവൂർ. കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് 31ാം വാർഷിക സമ്മേളനം നടന്നു. KSSPU തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം OR സോമശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ദീർഘദൂര ട്രെയിനുകൾ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുക, ചെറുതുരുത്തിയിൽ ഒരു സബ് ട്രഷറി തുടങ്ങുക, കലാമണ്ഡലം മുതൽ കൊച്ചിൻ പാലം വരെ റോഡിന്റെ 2 സൈഡുകളിലും നടപ്പാത നിർമ്മിക്കുക
എന്നിവയാണ് വാർഷിക സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. ചെറുതുരുത്തി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSSPU തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം OR സോമശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുഹമ്മദ് ജാഫർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KT രാമചന്ദ്രൻ രക്ഷാധികാരി MS രാഘവന് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് N കല്യാണിക്കുട്ടി, സംഘടനാ നേതാക്കളായ KP അലവിക്കുട്ടി, TP സൈമൺ, PK ഗോവിന്ദൻ, ആന്റണി ജോസഫ്, P ഗോവിന്ദൻകുട്ടി, V മുഹമ്മദ്, P ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി TU പ്രസന്ന, MK അബ്ദുൽ ലത്തീഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി TK വേണുഗോപാലിനെയും സെക്രട്ടറിയായി മുഹമ്മദ് ജാഫർ, ട്രഷററായി K സുരേന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു. അതുപോലെ ആലപ്പുഴയിൽ പെൻഷനേഴ്സ് സമാജിൽ നിന്നും തെറ്റിപ്പിരിച്ചുകൊണ്ട് നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് രൂപീകരിച്ച പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘം, ഈ 3 സംഘങ്ങളും കൂടി യോജിച്ചുകൊണ്ട് 1990 മാർച്ചിൽ മാർച്ച് 9 തീയതിയിൽ തിരുവനന്തപുരത്ത് ചേരുകയും യോജിച്ച് പ്രവർത്തിക്കാൻ, യോജിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ സംഘടന മതി എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു ലയന സമ്മേളനത്തിൽ അവര് KSSPAയും KSSPOയും പെൻഷനേഴ്സ് സമാജും എല്ലാം പേര് മാറ്റി ഒറ്റ പേര് സ്വീകരിച്ചു. ആ പേരാണ് ഇന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഇതിലിരിക്കുന്ന KSSPU എന്ന് പറയുന്ന സംഘം. VCV ന്യൂസ് ചെറുതുരുത്തി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം സംസ്കൃതം അധ്യാപകൻ TC സജീവ്, ഹൈസ്കൂൾ വിഭാഗം നീഡിൽ വർക്ക് അധ്യാപിക KP ലത എന്നിവർക്കാണ് സഹപ്രവർത്തകർ ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. പ്രിൻസിപ്പൽ KV പ്രീത, ഹെഡ് മാസ്റ്റർ PV ഹൈദരാലി, സ്റ്റാഫ് സെക്രട്ടറി KH റെജീന, അധ്യാപകരായ JF സിൻഡ, ബീന, ഡോക്ടർ ബിജേഷ്, T ജോമോൾ, ജോർജ്, റംസി ആന്റണി, പ്രിൻസി, ശ്രീജ, പ്രേം പ്രസാദ്, CR വർഗീസ്, മുഹമ്മദ് ഹനീഫ, രജിതൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ് എരുമപ്പെട്ടി. അറിയിപ്പ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ 2022-23 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ അംഗനവാടികൾക്കും ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്ത വായനശാലകൾക്കും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാൻ അർഹതയുള്ളവരിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിക്കുന്നു. കൊട്ടേഷൻ 7/2/2023 വൈകിട്ട് 5 മണിക്കുള്ളിൽ പഞ്ചായത്തിൽ എത്തിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9446 091416 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചരമം. കുണ്ടന്നൂർ മൂർക്കോത്ത് വീട്ടിൽ പരേതനായ കൃഷ്ണൻ ഭാര്യ വിലാസിനി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. സിന്ധു, സന്തോഷ് എന്നിവർ മക്കളും ശ്രീനിവാസൻ, സൗമ്യ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണ വിപണി. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണ ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 5250 രൂപയും പവന് 120 രൂപ കുറഞ്ഞ് 42,000 രൂപയുമാണ് ഇപ്പോഴത്തെ നിരക്ക്. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യം. RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. പുത്തൻപള്ളിക്ക് പിൻവശം, വെള്ളിപ്പങ്ങാടിക്ക് സമീപം, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുണ്ടന്നൂരിലെ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മരണപ്പെട്ടു. ആലത്തൂർ കാവശ്ശേരി സ്വദേശി 48 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. സ്ഫോടനത്തെ തുടർന്ന് അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഡെപ്യൂട്ടി കളക്ടർ യമുന ദേവിക്കാണ് അന്വേഷണ ചുമതല. ചെറുതുരുത്തി കേരള കലാമണ്ഡലം സാംസ്കാരിക ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കലാമണ്ഡലത്തിൽ 10 ദിവസമായി നടന്നുവന്ന നിള ദേശീയ നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടത്തപ്പെടുന്ന ക്യാൻസർ നിയന്ത്രണ പരിപാടി 2ാം ഘട്ട സ്ക്രീനിംഗ് ക്യാമ്പുകളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു.
ലോകമറിയുന്ന കേരള കലാമണ്ഡലത്തിൽ ആദ്യമായി എത്തി ആദിവാസി നൃത്തം അവതരിപ്പിച്ച സന്തോഷത്തിലാണ് വയനാട് ജില്ലയിലെ പ്രമുഖ ഗോത്ര വിഭാഗമായ പണിയ വിഭാഗം. നിള ദേശീയ സംഗീതോത്സവത്തിന്റെ സമാപന ദിനത്തിൽ പണിയ വിഭാഗം അവതരിപ്പിച്ച ആദിവാസി നൃത്ത സംഗീത വിരുന്ന് ദൃശ്യശ്രവ്യ വിസ്മയമായി. മണ്ണിൽ പൊന്നു വിളയിച്ച് ചുമട്ടുതൊഴിലാളികൾ. ഹെഡ്ലോഡ് CITU മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഒരേക്കറിൽ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പുത്സവം നടത്തി. ചേലക്കര കൊണ്ടാടി ALP സ്കൂളിൽ പരിശോധനയ്ക്കെത്തിയ ഉന്നത സംഘത്തെ സ്കൂളിൽ ബന്ദിയാക്കിയതായി പരാതി. വടക്കാഞ്ചേരി AE ഉൾപ്പെടെയുള്ള ഉന്നത സംഘത്തെയാണ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ ബന്ദികളാക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.